പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യയുടെ സ്ഥാനത്തെ ക്ഷയിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും പാകിസ്ഥാന്റെ പോസ്റ്റർ ബോയാണ് അവരെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ വ്യോമസേന മിന്നലാക്രമണം നടത്തിയതിന് തെളിവ് ആവശ്യപ്പെട്ട പ്രതിപക്ഷ പാർട്ടിക്ക് മറുപടി നൽകവെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പാകിസ്ഥാനിലാണ് വ്യോമാക്രമണം നടന്നത്, എന്നാൽ ഇന്ത്യയിലുള്ള ചിലർ അതിനെ പഴിക്കുന്നു. ഇത്തരക്കാർ പാകിസ്ഥാന്റെ പോസ്റ്റർ ബോയാണ്. രാജ്യത്തെ ജനങ്ങളെ ഇവർ തെറ്റായ ദിശയിലേക്ക് നയിക്കാനാണ് ലക്ഷ്യമെന്നും മധ്യപ്രദേശിലെ ധാറിൽ നടന്ന റാലിയിൽ മോദി വ്യക്തമാക്കി. പുൽവാമ ഭീകരാക്രമണത്തെ അപകടമെന്ന് വിശേഷിപ്പിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗിന്റെ പേരെടുത്ത് പറയാതെയാണ് പ്രധാനമന്ത്രി വിമർശിച്ചത്. തന്നെ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് നീക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് പ്രതിപക്ഷത്തിന് ഉള്ളത്. എന്നാൽ തന്റെ ലക്ഷ്യം ഭീകരതയെ ഉന്മൂലനം ചെയ്യുക എന്നതാണെന്നും മോദി പറഞ്ഞിരുന്നു. ഇന്ത്യ സുരക്ഷിത കരങ്ങളിലാണെന്നും 2014 പറഞ്ഞത് ആവർത്തിക്കും എന്നും എന്റെ രാജ്യം മാഞ്ഞു പോകാൻ അനുവദിക്കില്ല എന്നും മോദി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ സേനയ്ക്കൊപ്പം രാജ്യം മുഴുവൻ നിൽക്കുമ്പോഴും ചില പാർട്ടികൾ അവരെ സംരക്ഷിക്കുകയാണെന്നും ഇവരുടെ നിലപാട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുമെന്നും റാഫേൽ വിമാനം ഉണ്ടായിരുന്നുവെങ്കിൽ പോരാട്ടത്തിന്റെ ഫലം വ്യത്യസ്തമായെന്നും മോദി പറഞ്ഞിരുന്നു. വ്യോമാക്രമണത്തിന്റെ തെളിവ് ചോദിക്കുന്നത് വ്യോമസേനയെ അപകീർത്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമാണെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചിരുന്നു. അതേസമയം പാക് മണ്ണിലെ ബലാക്കോട്ടിൽ ജെയ്ഷെ മുഹമ്മദ് പരിശീലന ക്യാമ്പിന് നേരെ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇന്നോ നാളെയോ വ്യക്തമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. വ്യോമാക്രമണം നടത്തിയ ബലാക്കോട്ടിൽ 300 മൊബൈൽ ഫോണുകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ റിപ്പോർട്ട് നൽകിയിരുന്നുവെന്നും രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി. ബലാക്കോട്ട് വിഷയത്തിൽ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണ്. അവർക്ക് വേണമെങ്കിൽ പാകിസ്ഥാനിൽ പോയി കൊല്ലപ്പെട്ട ഭീകരരുടെ കണക്കെടുക്കാം. വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കെടുക്കണം എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഇത് തമാശയാണെന്നാണോ അവർ കരുതുന്നതെന്നും രാജ്നാഥ് സിംഗ് ചോദിച്ചു. വ്യക്തമായ ധാരണയോടെയാണ് NTRO മൊബൈൽ ഫോണുകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് റിപ്പോർട്ട് തന്നത്. അപ്പോൾ ഈ മൊബൈലുകൾ ഉപയോഗിച്ചിരുന്നത് അവിടുത്തെ മരങ്ങളാണെന്നാണോ പ്രതിപക്ഷം പറയുന്നത്? പ്രതിപക്ഷത്തിന് NTROയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് സർക്കാർ രൂപവൽക്കരിക്കുന്നതിന് മാത്രമാവരുത്, രാഷ്ട്ര പുനർനിർമ്മാണത്തിന് കൂടിയാകണമെന്നും രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. BSFന്റെ പുതിയ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.